സാറ് വലപ്പാടത്തെ സീനിയർ വെറ്റിനറി സർജനായിട്ട് റിട്ടയർഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഡോക്ടർ സിൽവൻ ഇവിടെ ആശുപത്രി അല്ല സർവീസ് സെന്റർ അല്ലേ, അങ്ങനെയല്ലേ? പ്രൈമറി ആനിമൽ ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. അതെ, ക്ഷീര കർഷകരെയും കോഴി കർഷകരെയും ഒക്കെ സഹായിക്കുന്ന ഹോമിയോപ്പതി വളരെ ചെലവ് കുറഞ്ഞ മരുന്നുകൾ കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ രോഗം ക്വിക്കായിട്ട് മാറ്റുന്ന ഒരു സ്ഥാപനം. അപ്പം ഞാനിപ്പോൾ എൻ്റെ പശുക്കളൊക്കെ സാറാണ് അകിടുക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഒരു പശുവിന് പെട്ടെന്ന് കാലത്ത് തന്നെ കറന്നു കഴിഞ്ഞതിന് ശേഷം ഒരു കട്ട വരികയും പിന്നീട് അരമണിക്കൂറിനുള്ളിൽ സാറിന് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിന് ബ്ലഡ് വന്നു, മരുന്ന് കൊടുത്തു. ഉച്ചയാകുമ്പോഴത്തേനും എനിക്ക് വീണ്ടും പാല് തന്നെയായി കിട്ടിയ ഒരു അനുഭവം എനിക്കില്ല. അപ്പോൾ അത്തരം മരുന്നുകളെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സർക്കാർ ആശുപത്രികളിൽ കൊടുക്കാൻ പറ്റാത്തത്? അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു പക്ഷേ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. അതായത് കുറച്ച് പേര് സർക്കാരിനെയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെയും ഡയറക്ടറെയും ധരിപ്പിച്ചിരിക്കുന്നത് വെറ്റിനറി ഹോമിയോപ്പതി എന്നുള്ളത് ഇന്ത്യൻ വെറ്റിനറി കൗൺസിൽ ആക്ട് പ്രകാരം പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്, അവരുടെ അംഗീകാരമില്ലാത്തതാണ് എന്നുള്ള രീതിയിലുള്ള സർക്കാരിനെയും ഭരണകക്ഷിയെയും ഡയറക്ടറെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്താണെങ്കിൽ ഈ ഇന്ത്യൻ വെറ്റിനറി കൗൺസിൽ എന്ന് പറയുന്നത് രൂപീകൃതമായിട്ട് അധികം കാലമായിട്ടില്ല. 1836 ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വെറ്റിനറി സ്ഥാപനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1985 ഇന്ത്യൻ വെറ്റിനറി കൗൺസിൽ രൂപീകരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വെറ്റിനറി ഹോമിയോപ്പതി കോഴ്സ് ആരംഭിക്കുന്നത്, ഇന്ത്യയിലല്ല ഏഷ്യയിൽ ആദ്യത്തെ ഒരു കോഴ്സ് ആരംഭിക്കുന്നത് 2015 ആ കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് വന്നിട്ടുള്ള വെറ്റിനറി ഡോക്ടർമാർ അത് പ്രാക്ടീസ് ചെയ്ത് അത് പ്രചാരത്തിൽ വന്ന് പിന്നെ ഇന്ത്യൻ വെറ്റിനറി ഹോമിയോപ്പതി കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ത്യൻ വെറ്റിനറി കൗൺസിൽ എന്ന് പറയുന്നത് മോഡേൺ വെറ്റിനറി മെഡിസിൻ അല്ലെങ്കിൽ വെറ്റിനറി അലോപ്പതി മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് തയ്യാറാക്കുക, അതിൻ്റെ പരിഷ്കരണം, അതിൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരുടെ രജിസ്ട്രേഷൻ, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നിവയെല്ലാം നോക്കി സംരക്ഷിച്ച് നടക്കുന്നതിനാണ് ഇന്ത്യൻ വെറ്റിനറി കൗൺസിൽ. അവിടെ ഇന്ത്യയിൽ വെറ്റിനറി ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകൾ പഠിക്കുകയോ അത് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ അംഗീകാരം വേണം. ഇന്ത്യയിൽ വെറ്റിനറി ഹോമിയോപ്പതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവരുടെ അനുമതി വേണം എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്, അല്ലെങ്കിൽ വിഡ്ഢിത്തരാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ വെറ്റിനറി ഹോമിയോപ്പതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വെറ്റിനറി ഡോക്ടർമാർ എതിർക്കുന്നത്. കർഷകർക്ക് സ്വീകാര്യമാണ്, പൊതുജനത്തിന് സ്വീകാര്യമാണ്, പിന്നെ ഇത് പാൽ ഉപയോഗിക്കുന്നവർക്ക് സ്വീകാര്യമാണ്. എതിർപ്പുള്ള 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് കുറച്ച് വെറ്റിനറി ഡോക്ടർമാരും പിന്നെ ഇവർക്കെല്ലാം സാമ്പത്തിക സഹായം ചെയ്യുന്ന എന്ന് ഞാൻ ആരോപിക്കുകയല്ല. ഇതില്ലെങ്കിൽ ഈ വെറ്റിനറി ഹോമിയോപ്പതിക്ക് ഇവിടെ പ്രചാരം വന്നു കഴിഞ്ഞാൽ മറ്റേ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു അലോപ്പതി മെഡിസിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ പ്രയോക്താക്കൾക്ക് നഷ്ടം വരും. ഈ 2 ഗ്രൂപ്പുകാരും എതിർപ്പ് കാരണം ഇവിടെ കേരളത്തിലെ കർഷകരാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വെറ്റിനറി ഹോമിയോപ്പതിക്ക് പ്രചാരണം നൽകുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ മിഷോയ്ക്ക് വന്നിട്ടുള്ളത് പോലെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ട്. അത് നമുക്ക് പുറകെ പറയാം. നമ്മളിപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ ഏറ്റവും മിൽക്ക് ആണല്ലോ ഇപ്പോൾ ഏറ്റവും നല്ല മിൽക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആകുടിയൊക്കെ വന്നൊരു 10-20 ലിറ്റർ പാലുള്ള ഒരു പശുവിന് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസം വരെ പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നില്ല. അതൊക്കെ സംഘങ്ങൾ കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് വീടുകളിലെ ആളുകൾക്ക് ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്നു. കാരണം പാല് കേടാവുന്നില്ല, പിരിയുന്നില്ല, തരിയില്ലെങ്കിൽ നേരെ കൊണ്ടു കൊടുക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ പരിപാടികളൊക്കെ തന്നെ അതിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഹോമിയോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളില്ല, അപ്പം തന്നെ വേണമെങ്കിലും പാല് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും രോഗം പെട്ടെന്ന് മാറുന്നു എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അതിൽ വേറെ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നിട്ട് പോലും ഇതിനെ ഇവിടെ ഉള്ള ആളുകൾ എതിർക്കുന്നത്? പൊതുജനങ്ങളുടെ ഇടയിൽ പോലും ഇത് കർഷകരുടെ ഇടയിൽ എത്താണ്ട് പോണതല്ലേ ഈ സംഭവം?
ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ കേരളത്തിൽ, ഈ ലോകത്തിൽ തന്നെ ഹോമിയോപ്പതിക്കെതിരെ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ അത് ഒരു ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള പ്രചാരണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ചില തൽപര കക്ഷികൾ, ഇപ്പോൾ ഞാൻ വെറ്റിനറി മോഡേൺ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫഷൻ നല്ല രീതിയിൽ വരണം എന്നുള്ള രീതിയിൽ എനിക്ക് സ്വാർത്ഥത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ മോഡേൺ മെഡിസിനെ കുറിച്ച് മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മോശമാണെന്നുള്ള കമൻസ് നടത്തി ചെയ്യും. അതേസമയം ഞാൻ വിപുലമായിട്ട് മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും ആയുർവേദവും എല്ലാം കുറിച്ചിട്ടും പഠിക്കുകയും ഇതിൻ്റെ മെച്ചങ്ങൾ അറിയുകയും മറ്റേ പരിമിതികൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എനിക്ക് ഇതിനകത്തുള്ള ഏതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ട് മെച്ചപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി ജനങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഇവിടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെങ്കിൽ, ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ജനങ്ങൾ അവരുടെ നേതാവ് MBBS കഴിഞ്ഞ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള പ്രൊഫഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഇകഴ്ത്തി പറഞ്ഞത്, അതിൽ വലിയ രീതിയിൽ ഇകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ഹോമിയോപ്പതിയാണ്. അവർ തന്നെ കേരളത്തിൽ മോഡേൺ മെഡിസിൻ ഒഴികെ മറ്റേ ആയുർവേദവും വേണ്ട, അലോപ്പതിയും വേണ്ട, സിദ്ധയും വേണ്ട എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ നടത്താനായിട്ടുള്ള വലിയ രീതിയിൽ ശ്രമം നടത്തി. അതിൽ ഹോമിയോപ്പതിക്കെതിരെയാണ് കൂടുതൽ ആക്രമണം നടന്നത്. അത്തരത്തിൽ ഈ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ, അത് സമൂഹത്തിലെ ഒരല്പം ഉയർന്ന ചിന്താഗതിക്കാരാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരാണെന്നുള്ളത് അവർ ആ പ്രചരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഹോമിയോപ്പതിക്ക് ജനങ്ങൾ മോശമായിട്ട് കാണാനായിട്ട് തുടങ്ങി, അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളിൽ അവരുടെ ഉപബോധ മനസ്സിൽ ഇതൊരു കൊള്ളൂലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ ഒരു സ്ഥാപനമാണ്, ഒരു പരിപാടിയാണെന്നുള്ള ഒരു ചിന്ത വന്നു. അതിപ്പോഴും കേരളത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അവരുടെ പ്രചാരണങ്ങൾ തെറ്റായിരുന്നു എന്നും അത് ചില വ്യക്തികളുടെ താല്പര്യവും ചില പ്രൊഫഷണൽസിൻ്റെ താല്പര്യവും സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള വസ്തുത ഇപ്പോൾ ജനങ്ങളും സർക്കാരിനും ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഫലം ജനങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഒപ്പം വേറെ ആൾക്കാരും ഈ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് ഈ ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ട്. അതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എത്ര ആളുകൾ അതിപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൽ 200ഓളം വെറ്റിനറി ഡോക്ടർമാർ ഈ വെറ്റിനറി ഹോമിയോപ്പതി കോഴ്സിൻ്റെ യൂണിവേഴ്സിറ്റി കോഴ്സ്, മറ്റേ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും വെറ്റിനറി പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സും വെറ്റിനറി ഹോമിയോപ്പതി ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള സഹപ്രവർത്തകരുടെയും ചില വിഭാഗത്തിലുള്ള ആളുകളുടെയും എതിർപ്പിനെ ഭയന്നിട്ട് ആണ് ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കർഷകർക്ക് സാമ്പത്തിക ലാഭം മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാകാതെ പോകുന്ന കാര്യം അതാണ്. കർഷകർക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഒരു എക്സാമ്പിൾ, ഒരു തൈലേറിയ കേസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഡേൺ മെഡിസിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കർഷകന് ഒരു 1500 മുതൽ 2000 രൂപ ചിലവുണ്ട്. വെറ്റിനറി ഹോമിയോപ്പതി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 600-700 രൂപയുടെ ചിലവുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഞാനൊരു സ്വകാര്യ സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ പകുതി ചിലവുണ്ട്. സർക്കാർ ഒരു സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഈ മരുന്ന് നമുക്ക് തൈലേറിയയ്ക്കാണെങ്കിലും ചെയ്യാം, അകിട് വീക്കത്തിനാണെങ്കിലും ചെയ്യാം. ഈ തൈലേറിയ രോഗം അല്ലെങ്കിൽ അകിട് വീക്കം ചികിത്സിക്കുമ്പോൾ കർഷകൻ്റെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു അകിട് വീക്കത്തിന് വന്നിട്ടുണ്ടെങ്കിൽ 2000-3000 രൂപ കർഷകന് ചിലവ് വരും. ഹോമിയോപ്പതിയിൽ ഒരു 500-600 രൂപയ്ക്ക് അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. സർക്കാരിൻ്റെ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരു മറുവശമുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഇപ്പോഴിന്ന് മിഷോയുടെ പശുവിന് അകിടുവീക്കം വന്നു. മിഷോ സ്ഥലത്തിൽ നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ വെറ്റിനറി ഹോമിയോപ്പതി ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു കർഷകൻ എക്സ് എന്ന് പറയുന്ന കർഷകന് പശുവിന് അകിടുവീക്കം വന്നു. 10 ലിറ്റർ പാലുള്ള പശുവാണ്. അതിന് 3 ദിവസം ആൻറ്റിബയോട്ടിക് ചെയ്തു. നമ്മളുടെ ശാസ്ത്രീയ വശം അനുസരിച്ചിട്ട് അതിനെ ഏറ്റവും ചുരുങ്ങിയത് 6 മുതൽ 7 അല്ലെങ്കിൽ 8 ദിവസം അതിൻ്റെ പാല് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രീയ വശം. നമ്മുടെ ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ഒരു ദരിദ്ര ഈ രാജ്യത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം പാൽ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോഴെന്ത് ചെയ്യും? നമ്മൾ വീടുകളിൽ കൊടുക്കുന്നു, വീടുകളിൽ കൊടുക്കും. സൊസൈറ്റിയിലാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നു.
ആദ്യം ഒരു 40 ലിറ്ററിൻ്റെ ക്യാനിലേക്ക് ഈ പാല് പോവും. ഇതിനകത്ത് ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിഡ്യൂസ് ഉണ്ടാവും. അത് പിന്നീട് ഒരു 200 ലിറ്ററിലേക്ക് പോവും. 2000 ലിറ്ററിൻ്റെ പ്രാദേശിക സ്റ്റോറേജിലേക്ക് പോവും. പിന്നെ 10000 ലിറ്ററിൻ്റെ വലിയ ടാങ്കിൽ പോയതിന് ശേഷം പാക്കറ്റുകളായിട്ട് പൊതുജനത്തിന് മുഴുവൻ ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വന്നിട്ടുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൻറ്റിബയോട്ടിക് മറ്റേ റെസിഡ്യൂസ് ഉള്ള ഈ പാല് ഈ 20000 ലിറ്ററിലും കൂടെ കണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം അത് പൊതുജനങ്ങളിലേക്ക് എത്തുന്നു. അത്തരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും തുടർന്ന് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഒരു വർഷം 10 ലക്ഷം പേരോളം മരിക്കുന്നുണ്ട്. അതിന് വരും വർഷങ്ങളിൽ 50 ലക്ഷം പേരിലേക്ക് മരണത്തിന് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിനുണ്ടാകുന്ന ഒരു വലിയ ദുരന്തത്തിന് കാരണമാക്കുന്ന ഈ മോഡേൺ മെഡിസിൻ്റെ പ്രയോഗം വെറ്റിനറി ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഒഴിവാക്കാം. വെറ്റിനറി ഹോമിയോപ്പതി ചികിത്സിച്ച് കഴിഞ്ഞാൽ പാല് നാളെ ഉപയോഗിക്കുന്നതോ മറ്റൊന്നും ഉപയോഗിക്കുന്നതിനോ യാതൊരുവിധ തകരാറുമില്ല, ഒരു ഹെൽത്ത് ഹസാർഡ്സുമില്ല. അതുകൊണ്ട് അത് വളരെ സ്വീകരിക്കാവുന്ന ഒരു രീതിയാണ്.